ചെമ്പനിപ്പൂ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴയായതുകൊണ്ട് ചെറിയൊരു സൗണ്ടിന് ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ, ഒന്ന് ക്ഷമിക്കണേ. ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ നല്ല മഴയുണ്ടെന്നറിയാം. എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക. ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ബീരാൻ എന്തായാലും ഈ പരിപാടിയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി പറ്റില്ലല്ലോ. സ്വന്തം മകനെ പോലെ കാണുന്ന ഫെബിന്റെ കല്യാണം ആയതുകൊണ്ട് അതുകൊണ്ട് ബീരാന്റെ അടുത്ത് പറയുന്നത് നമ്മുടെ ശ്രുതി കിച്ചണിൽ തന്നെ ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങോട്ടേക്ക് എന്തായാലും ആരും വരത്തില്ലല്ലോ എന്നൊക്കെയാണ് കേട്ടോ. അച്ചിയുടെ ഒക്കെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് തന്നെ ബീരാന് അതിന് സമ്മതം മൂളേണ്ടി വരികയാണ്. അത് കഴിഞ്ഞ് ചന്ദ്രമതി നല്ല ഭംഗിയുണ്ട്, ഇവിടെ വരുന്ന എല്ലാവരും ചന്ദ്രയാണ് നോക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വർഷ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രുതിയുടെ മുഖത്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ശ്രുതിയും കൂടി കൂട്ടി നിർത്തിക്കൊണ്ടാണ് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത്. ചന്ദ്രമതി ശ്രുതിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് സന്തോഷത്തോടു കൂടി ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത് നോക്കി നിൽക്കുവാണ് നമ്മുടെ രേവതി. അതോടുകൂടിയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം. രേവതി അതിങ്ങനെ നോക്കി നിൽക്കുന്നത് വർഷ കാണുന്നുണ്ട്. വർഷയാണെങ്കിൽ അരികിലേക്ക് വന്നിട്ട് അവരോടൊപ്പം ചേർന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും രേവതിയോടൊപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ മതി, ഇനി എനിക്ക് വിശക്കുന്നുണ്ട്, വാ ശ്രുതി നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചോണ്ട് പോവാണ്. ചന്ദ്ര മനഃപൂർവ്വം മാറിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വർഷയാണെങ്കിൽ രേവതി ചേച്ചി അവരുടെ അടുത്ത് പോകാൻ വേണ്ടി പറ, നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. മതി വർഷേ, നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കാം എന്ന് രേവതി പറഞ്ഞത് കേൾക്കുമ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് അവരോടൊപ്പം തന്നെ പോയിട്ട് 4 പേരും ഒരുമിച്ചിരുന്നിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത്. ഇത് ഒരു അപൂർവ കാഴ്ചയാണല്ലോ. ഈ കാഴ്ച ആദ്യം കാണുന്നത് നമ്മുടെ സച്ചിയാണ്. സച്ചി പോയിട്ട് അച്ഛനെയും സുധിയെയും അതുപോലെ ശ്രീകാന്തിനെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ കാഴ്ച കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപൂർവമായിട്ട് കിട്ടുന്ന കാഴ്ചയായതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് നോക്കി നിൽക്കുന്നത്. സുധിക്ക് മാത്രം കാര്യം എന്താന്ന് മനസ്സിലാവുന്നില്ല. സുധി ചോദിക്കുന്നുണ്ട്, എന്താ പത്രം കാണാൻ, അവര് ഭക്ഷണം കഴിക്കല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പുച്ഛിച്ച് തള്ളുന്ന രീതി സംസാരിക്കുകയാണ്. എടാ, അമ്മായിമ്മയും 3 മരുമക്കളും സന്തോഷത്തോടു കൂടി സംസാരിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ടില്ലേ, എന്നും ഇതുപോലെ തന്നെ കഴിക്കുകയാണെങ്കിൽ അച്ഛാ നല്ലതായിരിക്കുമല്ലേ എന്നൊക്കെ പറയുമ്പോ ആടാ ഇത് കാണുമ്പോൾ ഒരു പ്രത്യേക കൗതുകം തോന്നുന്നുണ്ടെന്ന് രവിയും പറയാണ്. എന്തായാലും അവർക്ക് നമുക്ക് തന്നെ വിളമ്പി കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയും അതുപോലെ സുധിയും ശ്രീകാന്തും രവിയും കൂടി ചേർന്നിട്ട് ഫുഡ് വിളമ്പി കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഞാൻ ഫുഡ് വിളമ്പി കൊടുക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട് സുധി ആദ്യം ഉടക്ക് കാണിക്കുന്നുണ്ടെങ്കിലും ഒന്ന് പാടാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. എന്നിട്ട് അവർക്ക് ഫുഡ് വിളമ്പി കൊടുക്കാൻ വേണ്ടി പാത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോവുകയും അവരവരുടെ ഭാര്യമാർക്ക് ഭർത്താക്കന്മാര് വിളമ്പി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ആ മൊമെന്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രീകാന്ത് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അതുമാത്രമല്ല അവർക്ക് ഭക്ഷണം പരസ്പരം വാരി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ക്യാമറമാനെ വെച്ചുകൊണ്ട് തന്നെ വീഡിയോസ് ഒക്കെ എടുപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു ഹാപ്പി മൊമെന്റ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതിനുശേഷം സച്ചിയാണെന്നുണ്ടെങ്കിൽ കുടിക്കുന്നുണ്ടെന്നുള്ള കാര്യം സുധി ചെന്നിട്ട് അമ്മയുടെ അടുത്ത് പറയുകയും ഇത്രയും നല്ലൊരു കല്യാണം നടക്കാൻ വേണ്ടി പോവുകയാണ്, ഇവിടെ വെച്ചിട്ട് സച്ചി കുടിച്ച് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് അത് അശോകന്റെ വീട്ടുകാർക്കും കൂടി നാണക്കേടാവും. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവന്റെ അടുത്ത് പോയിട്ട് കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്നുണ്ട്. സച്ചി എന്തായാലും അശോകന്റെ മകളുടെ കല്യാണത്തിന് കുടിക്കില്ല എന്ന് രവി പറയുന്നുണ്ടെങ്കിലും പിന്നെ അവൻ കുപ്പിയുമായിട്ട് നിൽക്കുന്നത് സുധി കണ്ടു വന്ന് പറഞ്ഞു എന്നൊക്കെ പറയാണേ. ഇതിനെക്കുറിച്ച് രേവതിയുടെ അടുത്ത് പറയുമ്പോൾ രേവതിക്ക് വിഷമമൊക്കെ ആവുന്നുണ്ട്. കാരണം സച്ചി ഒരിക്കലും ഈ കല്യാണത്തിന് കുടിക്കില്ല എന്ന് രേവതി പറയുന്നുണ്ടെങ്കിലും പിന്നെ നിന്റെ ഭർത്താവ് കുടിക്കാതിരിക്കുന്നത് അപൂർവല്ലേ, പിന്നെ അവന് കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ആഘോഷമായിരിക്കും. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ച് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് അവൻ ആ കാര്യത്തിലേക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രന് ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട് കേട്ടോ രേവതിയുടെ അടുത്ത് ഒന്ന് സച്ചിയെ നോക്കാൻ വേണ്ടിയിട്ട് രവി പറയുന്നുണ്ട്. അത് വേറൊരു തെറ്റിദ്ധാരണയായിരുന്നു. രേവതി വിചാരിക്കുന്നത് സച്ചി കുടിച്ചു എന്ന് തന്നെയാണ്. പക്ഷെ രേവതിക്ക് മനസ്സിലാവാണ് സച്ചി കുടിച്ചിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ. ഇതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. കാണണമെന്ന് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാവേ. സച്ചി കുടിച്ചു എന്നുള്ള സംശയം എല്ലാവർക്കും വന്നല്ലോ, അത് എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട്. ആദ്യ രേവതി മടിക്കുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് സുധിയാണ് ഈ കാര്യത്തെ കുറിച്ചിട്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞത്. അമ്മ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെയാണ് ഞാൻ അറിഞ്ഞെന്നുള്ള കാര്യത്തെ കുറിച്ച് രേവതി പറയുന്നുണ്ട്. ഓ, അവൻ ഒപ്പിച്ച പണിയാണല്ലേ, അവൻ എവിടെ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് സച്ചി അവനെ തെരഞ്ഞു പോകുമ്പോഴേക്കും ശ്രുതിയും അതുപോലെ ശ്രുതിയും കൂടി ചേർന്നിട്ട് റൊമാൻസ് ചെയ്യാണ് കേട്ടോ. ശ്രുതി ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുവാണല്ലോ, ബീരാന്റെ കാര്യം ഇപ്പൊ എന്താകും എന്ന് ഓർത്തിട്ട്. അതേസമയം ശ്രുതിയാണെങ്കിൽ റൊമാൻസ് ചെയ്യാണ് കേട്ടോ. എത്ര നേരം കണ്ടോണ്ട് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും ബോറടിക്കത്തേ ഇല്ല, അത്രയ്ക്കും സൂപ്പർ ആണെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതി മറ്റാരെങ്കിലും വളയ്ക്കാൻ വേണ്ടി നോക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നിന്നെ കുറിച്ചാണ് പറഞ്ഞത്, നിന്നെ അല്ലാതെ മറ്റാരെ ഞാൻ വളയ്ക്കാൻ വേണ്ടി പോവാ. ഓ, നിനക്ക് നാണം വരുന്നുണ്ടല്ലേ, ഈ ഒരു ഫേസ് നല്ല ഭംഗിയുണ്ട് കാണാന്. എന്തായാലും ഇതിന്റെ ഓർമ്മയ്ക്കായിട്ട് നമുക്കൊരു സെൽഫി ഒക്കെ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശ്രുതി ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ ശ്രുതി കാണുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൈ തട്ടി മാറ്റുന്നൊക്കെ ഉണ്ട്. എന്നാലും എന്താണ് കുഴപ്പം, ഇത് കല്യാണ
വീടല്ലേ, ഞാൻ എന്റെ ഭാര്യയുടെ കൂടെ ഫോട്ടോസ് എടുക്കുന്നു, അതിൽ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുവാണേ. നീയും നല്ല സുന്ദരിയായിട്ടുണ്ട്, ഞാനും ഹാൻസം അല്ലെന്ന് ചോദിക്കുമ്പോൾ അതെ അതെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഫോട്ടോ കൂടി എടുക്കുക എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ചേർന്ന് സെൽഫി ഒക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുവാണേ. ഒക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതിന്റെ ഇടയ്ക്കാണ് സച്ചി അരികിലേക്ക് എത്തുന്നത്. സുധിയുടെ കയ്യിൽ നിന്നും ഫോൺ അങ്ങ് പിടിച്ചു വാങ്ങുവാണ്. എടാ, നിനക്ക് ഇത് തന്നെയാണോ അവിടെ പണി എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ. എന്ത് പണിയെന്നാടാ നീ പറയുന്നത്? നീ എന്തിനാണ് അമ്മയുടെ അടുത്ത് പോയിട്ട് ഞാൻ കുടിച്ചു എന്ന് പറഞ്ഞത്? നീ കണ്ടിരുന്നോ ഞാൻ കുടിക്കുന്നെന്ന് ചോദിക്കുമ്പോ അത് എന്നൊക്കെ പറഞ്ഞിട്ട് സുധി ഉരുണ്ട് കളിക്കുന്നുണ്ടേ. സച്ചേട്ടാ, പ്രശ്നം ഒന്നും ഉണ്ടാക്കണ്ട എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ശ്രീകാന്തും അതുപോലെ രേവതിയും കൂടി പിടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും സുധിയുടെ ഫോണുമായിട്ട് സച്ചി അങ്ങ് ഓടി പോകുന്നുണ്ട്. വന്ന് പിടിക്കടാ എന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുക്കാതെ ഓടുവാണേ. എടാ, എന്റെ ഫോൺ താ എന്ന് പറഞ്ഞിട്ട് സുധി കരയുന്നത് പോലെ ഇങ്ങനെ പറയുന്നുണ്ട്. അത് കേട്ട് സച്ചി വെക്കുന്നുണ്ട്. എടാ, ഞാൻ കുടിക്കുന്നത് നീ കണ്ടിരുന്നു എന്ന് ചോദിക്കുമ്പോ ബോട്ടിലായിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താണ് കരുതേണ്ടത്? നീ ബോട്ടിൽ പോയി രണ്ടുപേരുമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അങ്ങനെ ബോട്ടിലായിട്ട് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് നിനക്ക് അങ്ങനെ തോന്നൂടാ? ഇവിടെ ഒരുപാട് ആൾക്കാര് സാരിയൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട്. അവരെല്ലാരും കല്യാണ പെണ്ണും കല്യാണ ചെക്കനുമാണോ? നീ ഞാൻ കുളിച്ചത് കണ്ടിട്ടുണ്ടായിരുന്നോടാ? ഇല്ല എന്ന് പറയുമ്പോ പിന്നെ എന്തിനാണ് പോയിട്ട് കള്ളം പറഞ്ഞത്? ഫോണ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയിട്ട് പിന്നെയും പുറകെ നടന്ന് നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കണേ. ആരാ പ്രശ്നം ഉണ്ടാക്കിയത്? നിന്റെ ഭർത്താവല്ലേ പ്രശ്നം ഉണ്ടാക്കിയത്? ആദ്യം നീ സോറി പറയടാ, എന്നാ മാത്രമേ ഫോണ് തരുള്ളൂ എന്ന് സച്ചി പറയുന്നുണ്ട്. ഞാൻ എന്തിനാണ് സോറി പറയുന്നത്? നീ അല്ലടാ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയത്. നീ എന്തിനാണ് ഞാൻ കുടിക്കാതെ തന്നെ അമ്മേന്റെ അടുത്ത് പോയിട്ട് ഞാൻ കുടിച്ചു എന്നുള്ള കാര്യം പറഞ്ഞെന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട്. അങ്ങനെ സോറി ഞാൻ പറയില്ല എന്ന് ശ്രുതി പറയുമ്പോഴേക്കും അങ്ങനെയാണെങ്കിൽ നിന്റെ ഫോണും തരില്ല എന്ന് പറഞ്ഞിട്ട് സച്ചിയൊക്കെ പോകുമ്പോഴേക്കും രേവതി ആണെങ്കിൽ പുറകിൽ നിന്ന് ഫോൺ എടുത്തിട്ട് ശ്രുതിയുടെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കുവാണ്. എന്നിട്ട് അങ്ങ് പോകുന്നുണ്ട്. അതിന്റെ പുറകെ തന്നെ ശ്രുതിയും അതുപോലെ ശ്രുതിയും പോകുവാണ്. സച്ചി വേറെ വഴിക്കും പോകുന്നുണ്ട്. കിച്ചന്റെ അതിലേക്ക് ഇങ്ങനെ വരെ ചുറ്റി പറ്റുന്നുണ്ട്. ബീരാനാണെന്നുണ്ടെങ്കിൽ ഇവർ കാണാതെ ഒതുങ്ങി കൂടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. മണ്ഡപത്തിന്റെ അവിടെ ഇങ്ങനെ ചെന്നിരിക്കാൻ വേണ്ടി പോവാണ് സച്ചിയും രേവതിയും കൂടി ചേർന്നിട്ട്. രേവതിയുടെ അടുത്താണെന്നുണ്ടെങ്കിൽ അശോകൻ പറയുന്നുണ്ട്, മുഹൂർത്തം ആവാറായി, നീ പോയിട്ട് മാളുവിനെ കൂട്ടിക്കൊണ്ട് വരണം, അവളുടെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട്. ശരി എന്ന് പറഞ്ഞിട്ട് ആ മേക്കപ്പ് റൂമിന്റെ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ നമ്മുടെ രേവതി. സച്ചിയാണെന്നുണ്ടെങ്കിൽ നേരെ വന്നിട്ട് അച്ഛൻ്റെ അരികിലേക്ക് നിന്നിരിക്കുവാണേ. എന്താ നീ രേവതിയുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയോന്ന് ചോദിക്കുമ്പോ ഓ സംശയത്തിന്റെ പേരിലെന്നല്ലേ അച്ഛൻ ചോദിച്ചിട്ട് വരുന്നത്? ഇല്ല അച്ഛാ, അവളാണ് എന്നെ വിശ്വസിക്കാതെ. ഞാൻ കുടിച്ചിട്ട് പലതവണ വന്നിട്ടുണ്ട്, അവളത് മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ കുടിക്കാത്ത തവണ എത്ര പ്രാവശ്യം കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവൾ ഒരിക്കലും അത് വിശ്വസിക്കില്ല എന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുന്നുണ്ടേ. എടാ, ഒരു തവണ നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ എല്ലാവരും ആ കണ്ണിലൂടെ മാത്രമേ നമ്മൾ കാണത്തുള്ളൂ. അത് ശരി തന്നെയാണ്. ഇപ്പം പാൽബൂത്തിൽ ചെന്നിട്ട് പാല് കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ആൾക്കാര് മദ്യം കുടിച്ചു എന്ന് തന്നെ പറയുള്ളൂ. അത് നിങ്ങളുടെ കണ്ണിന്റെ കുഴപ്പമെന്ന് ചന്ദ്രയുടെ അടുത്ത് നമ്മുടെ സച്ചി പറയുന്നുണ്ട്. സച്ചി, നിനക്ക് രേവതിയെ പോലത്തെ ഒരു ഭാര്യയെ കിട്ടിയത് നിന്റെ ഭാഗ്യമാണ്. അത് ശരി തന്നെയാണ്. ശങ്കരനൊത്ത ചക്കിയാണ് എന്നുള്ള കാര്യത്തെ കുറിച്ച് ചന്ദ്ര അരികിൽ ഇരുന്നോണ്ട് പറയുന്നുണ്ട്. ശങ്കരനൊത്ത ചക്കിയല്ല, ചക്കിക്കൊത്ത ശങ്കരനാണെന്ന് തിരിച്ച് രവി അങ്ങ് പറഞ്ഞിട്ട് ചന്ദ്രമതിയുടെ വായ ഉടപ്പിക്കുകയാണ്. അച്ഛാ, എനിക്ക് വലിയൊരു ഡൗട്ട്. അച്ഛന് അമ്മയെ പോലത്തെ ഒരു ഭാര്യയെ കിട്ടിയിട്ടും അച്ഛൻ എന്താ കുടിക്കാത്തതെന്നുള്ളതാണ് എനിക്ക് ഇനിയും മനസ്സിലാവാത്തത്. ഒന്ന് പോടാ എന്ന് പറഞ്ഞിട്ട് രവി അവിടെ നിന്ന് സച്ചി ഓടിക്കുന്നുണ്ട്. സച്ചി ആണെങ്കിൽ ചിരിച്ചോണ്ട് ഓടി പോകുന്നുണ്ട്. അവൻ പറഞ്ഞ് കേട്ടില്ല രവിയേട്ടാ എന്ന് പറയുമ്പോൾ അവൻ പറഞ്ഞതില് നീ ഇതിന് ഇത്ര ചൂടാവുന്നത്? അങ്ങ് തമാശയായിട്ട് വിട്ടാ പോരെ, പിന്നെ ഞാൻ കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും നീ ഒരിക്കലും മാറാനൊന്നും പോകുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതിയെ കളിയാക്കുന്നുണ്ട് രവി. ഓ, അപ്പൊ നിങ്ങൾ പറയുന്നത് ഞാൻ അത്രയും ദുഷ്ടത്തെയാണെന്നാണെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും മിണ്ടാതിരുന്നോ, കല്യാണം നടക്കാൻ വേണ്ടി പോവാ എന്ന് പറഞ്ഞിട്ട് ടോപ്പിക് അങ്ങ് അവസാനിപ്പിക്കുകയാണ് കേട്ടോ രവി. അത് കഴിഞ്ഞ് രേവതിയാണെന്നുണ്ടെങ്കിൽ മാളുവിന്റെ അരികിൽ എത്തുമ്പോഴേക്കും മാളു ഇങ്ങനെ പറയുന്നുണ്ട്, ഈ കല്യാണം നടക്കാൻ മുഴുവൻ കാരണം എന്താ ഈ ചേച്ചിയാണെന്ന് ഇങ്ങനെ പറയുവാണേ. ഞാനൊന്നുമല്ല, അച്ഛന്റെ അമ്മയുടെ സമ്മതത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തു നിന്നില്ലേ, അത് തന്നെയാണ്. എത്ര തവണ നീ ഇതിനെക്കുറിച്ച് സംസാരിക്കും എന്നുള്ള കാര്യം ഫ്രണ്ട്സും ചോദിക്കുന്നുണ്ട് കേട്ടോ. വന്നത് മുതൽ ഇവൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ ശരി, എന്തായാലും നമുക്ക് ഇവിടേക്ക് പോവാൻ, മണ്ഡപത്തിലേക്ക് പോകാൻ സമയമായി, വാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് മാലയൊക്കെ അണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതി. പോകുന്നതിന് മുമ്പായിട്ട് അവിടെ കുറച്ച് ആഭരണങ്ങളുണ്ട് കേട്ടോ. ആ ആഭരണങ്ങള് ഈ സാരിക്ക് മാച്ചല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇടുന്നില്ല. അത് മാരേജ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇടാ എന്നാണ് മാള് പറയുന്നത്. ശരി, ഇപ്പോ ഇത് തന്നെയാണ് ഓക്കെ എന്ന് പറഞ്ഞ് രേവതി അവളെയും കൂട്ടിയിട്ട് ആ ആഭരണങ്ങളൊക്കെ അവിടെ വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോഴേക്കും വേറൊരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് രേവതി റൂമിന്റെ പൂട്ടാൻ വേണ്ടിയിട്ട് പോവാ, കാരണം സ്വർണ്ണമൊക്കെ അവിടെ ഉണ്ടല്ലോ, പൂട്ടിയിട്ട് പോവാന്നുള്ള രീതി പോകുമ്പോഴേക്കും ആ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഏത് സ്വർണ്ണം ഇടണം സ്വർണ്ണം ഇടണ്ട എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ കറക്റ്റ് ആയിട്ട് നീ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നീ ഒരു കാര്യം ചെയ്യേ, കല്യാണ പെണ്ണിന്റെ കൂടെ പോയിക്കോ, ഞാൻ മുറിയൊക്കെ പൂട്ടിയിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് പറഞ്ഞു വയ്ക്കാൻ വേണ്ടി നോക്കുവാണേ. അപ്പോഴേക്കും ആ പെണ്ണിന്റെ കയ്യിൽ നിന്ന് കത്രിക താഴെ വീഴുന്നുണ്ട് കേട്ടോ. അത് കണ്ടിട്ട് രേവതിക്ക് എന്തോ ഒരു സംശയം തോന്നുവാണേ. നിങ്ങള് ആരാണ്, അതെന്താണെന്ന് ചോദിക്കുന്നുണ്ട് രേവതി. ആരാണെന്ന് പറയുമ്പോ പെണ്ണിന്റെ ഭാഗത്തല്ല ചെക്കന്റെ ഭാഗത്തുള്ള ആരോ ഒരാൾ റിലേറ്റീവിന്റെ പേര് പറയുന്നുണ്ട്. നിങ്ങൾ എന്തിനാ കത്രികയായിട്ട് നടക്കുന്നത്? അത് മറ്റൊന്നിനുമല്ല, പൂ വെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്
എടുത്തതായിരുന്നു. ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂ വെട്ടി കൊടുക്കണല്ലോ, അതിന് വേണ്ടിയിട്ട് എടുത്താന്നൊക്കെ പറയുന്നുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇറങ്ങിക്കോളൂ, ഞാൻ കീ വെച്ച് ലോക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അവരെ പുറത്തേക്ക് ഇറക്കിയിട്ട് രേവതി തന്നെ ലോക്ക് ചെയ്തിട്ട് പെണ്ണിനെ കൊണ്ടിട്ട് അങ്ങ് മണ്ഡപത്തിലേക്ക് പോവാണ്. എഴുതിയതിന് ശേഷം രേവതിക്ക് എന്തോ ഒരു സംശയം ഉണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് സച്ചിയുടെ അടുത്ത് പറയാണ്, സച്ചിയേട്ടാ എനിക്ക് കുറച്ച് നേരമായിട്ട് ഒരു സംശയം. എന്താ രേവതി, ഞാൻ കുടിച്ചിട്ടില്ല എന്നുള്ള കാര്യം നിനക്ക് ഇപ്പോഴും വിശ്വാസമാവുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ, അയ്യോ അതല്ല, ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ അവരാണെന്നുണ്ടെങ്കിൽ ചെക്കന്റെ വീട്ടിലുള്ള ആൾക്കാരാന്നാ പറഞ്ഞത്. എന്നെ സംശയിക്കുകയാണോ ഞാൻ ചെക്കന്റെ വീട്ടിലുള്ള ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ എന്റെ അടുത്ത് ഇങ്ങനെ ഇങ്ങോട്ട് ചോദിക്കുകയായിരുന്നു. അവരുടെ സാരിയിൽ നിന്ന് ഒരു കത്രിക താഴേക്ക് വീണ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ റിലേഷൻ പറഞ്ഞ് കേട്ട ഉടനെ തന്നെ സച്ചി ചോദിക്കുന്നുണ്ട്, അതില് ആ ചെറുക്കന് പെങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുവാണേ. അത് ശരിയാണല്ലോ, എപ്പൊ നോക്കിക്കഴിഞ്ഞാലും എന്നെ സംശയിക്കാൻ മാത്രം നിനക്ക് നല്ല ബുദ്ധിയാണ്, നിനക്ക് അവരുടെ അടുത്ത് ചോദിച്ചുകൂടായിരുന്നോ? നീ എന്തിനാ അവരെ വിട്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്? അവിടെ നിന്നുകൊണ്ട് അവരെ പിടിച്ചു നിർത്തിയിട്ട് നീ എന്നെ വിളിക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അതല്ല സച്ചിയേട്ടാ, അതുവരെപ്പോ ഇനി ചെക്കന്റെ വീട്ടുകാരും മറ്റും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ആ ഒരു വാർക്കിന്റെ പേരിലൊക്കെ കല്യാണം നിർത്തിയത്. ഇനി അങ്ങനെ ഒരു പ്രശ്നം വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ശരി, എന്തായാലും കല്യാണം കഴിയട്ടെ, നമുക്ക് നോക്കാം. ആ പെണ്ണുങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം നീ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്. ആ ശരി എന്ന് പറഞ്ഞിട്ട് രേവതി പോവാണ്. അങ്ങനെ രേവതി ആണെന്നുണ്ടെങ്കിൽ മണ്ഡപത്തിൽ അവിടേക്ക് ഇങ്ങനെ ആ പെണ്ണുങ്ങളുണ്ടോ നോക്കുന്നുണ്ട്. പക്ഷെ ആ പെണ്ണാണെന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും ആ മുറി ഉണ്ടല്ലോ അവര് പൂട്ടിയ ആ മുറി തുറന്നിട്ട് സ്വർണ്ണം എടുത്തിട്ട് പുറത്തേക്ക് പോവാണേ. അതേസമയം മണ്ഡപത്തില് കല്യാണം നടന്നുകൊണ്ടിരിക്കുവാണ്. അതിനിടയ്ക്ക് ബീരാനാണെന്നുണ്ടെങ്കിൽ ആരും അറിയാതെ പുറകിൽ നിന്നുകൊണ്ട് കല്യാണം നടക്കുന്നതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ശ്രീകാന്തും അതുപോലെ തന്നെ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങോട്ടേക്ക് പോവാണെന്ന് പറഞ്ഞിട്ട് അവർ യാത്ര പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശ്രുതിക്കും അതുപോലെ ശ്രുതിക്കും കടയിൽ പോകാനുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പോവാ രവിയേട്ട എന്ന് പറയണം. അങ്ങനെ ഓരോരുത്തരായിട്ട് പോകുമ്പോൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ സമാധാനപ്പെടുവാണ്. ബീരാൻ ഇതുവരെ ഇവരുടെ കണ്ണിൽ പെട്ടില്ലല്ലോ, ആ ആശ്വാസത്തിൽ ഇങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ എത്രയും വേഗം തന്നെ പോവാ എന്ന് പറഞ്ഞിട്ട് അശോകന്റെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുവാണ്. അങ്ങനെ അവരൊക്കെ പോയിട്ടോ. സച്ചിൻ രേവതി ഇപ്പൊ തന്നെ ഇറങ്ങും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ശ്രുതിയും അതുപോലെ ശ്രുതിയും പോകുന്നത്. ശ്രുതിക്ക് ടെൻഷൻ ഉണ്ടെങ്കിലും അവിടെ നിന്ന് ഇനി എന്തായാലും കാണാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട്. അതേസമയം സച്ചി രേവതി ആണെന്നുണ്ടെങ്കിൽ ആ സ്വർണ്ണം എടുത്ത പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അവർ പുറത്തേക്ക് ഇറങ്ങി നോക്കുന്ന സമയത്ത് ആ പെണ്ണ് വലിയൊരു ബാഗായിട്ട് പോകുന്നതാണ് കേട്ടോ കാണുന്നത്. രേവതി അവളുടെ ആ പോക്ക് കാണുമ്പോൾ തന്നെ സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട്, സച്ചിയേട്ടാ അവര് വന്ന സമയത്ത് ചെറിയൊരു ബാഗ് മാത്രമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്, ഇപ്പൊ വലിയൊരു ബാഗായിട്ടാ പോകുന്നതെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതിൽ തന്നെ ഇവർക്ക് സംശയം തോന്നുകയും അവർ ഓട്ടോയിൽ കയറി പോകുന്നതിന് മുമ്പായിട്ട് സച്ചി രേവതിയും കൂടി ചേർന്നിട്ട് അവരെ പിടിക്കുന്നുണ്ട്. അവർ തമ്മിലുള്ള ആ ഫൈറ്റിന്റെ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ രേവതിക്ക് കൈക്ക് മുറിവൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ പെണ്ണിന്റെ സ്വർണ്ണം മാത്രമല്ല അവിടെയുള്ള ഒരുപാട് സ്വർണ്ണങ്ങൾ അടിച്ചുകൊണ്ടിട്ടാണ് കേട്ടോ ആ പെണ്ണ് പോകുന്നത്. അങ്ങനെ ആ ഒരു വലിയൊരു ആപത്തിൽ നിന്നും സച്ചിയും രേവതിയും കൂടി ചേർന്നിട്ട് എല്ലാവർക്കും സ്വർണ്ണങ്ങളെല്ലാം തിരിച്ചു കൊടുക്കുന്നുണ്ട്. സ്വർണ്ണമൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയതായിരുന്നല്ലോ, ആ സ്വർണം ശരിക്കും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ വലിയ ലോസ് തന്നെ ആവുമായിരുന്നല്ലോ. സ്വന്തം മകൾക്ക് വേണ്ടിയിട്ട് അശോകൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചതാണ്. അതെന്തായാലും തിരികെ കിട്ടിയ സന്തോഷത്തിൽ നമ്മുടെ സച്ചിയുടെ അടുത്തും രേവതിയുടെ അടുത്തും താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ.